നല്ല കാര്യം. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത്, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോൾ അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വരുന്നത്. പെണ്ണുങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന്. വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാൽ മതി. വാഷിംഗ് മെഷീൻ വാങ്ങണതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വീട് ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരും. അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർ നബി തങ്ങളെ പിന്തുടർന്നത് കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാഅ് റഹ്മത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇന്ന അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയണതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടിയുണ്ട്, ആ കൂട്ടത്തിൽ റഹ്മത്തുണ്ട് എന്നാണ് വരിക. റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത വേറെ ഒരു പരിപാടി ഇല്ല എന്നാണ് വരിക. മുസ്തഫായ നബി തങ്ങൾക്ക് റഹ്മത്തല്ലാത്ത വേറൊരു പരിപാടിയില്ല. അതുകൊണ്ട് നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇത്തിബാഅ് റഹ്മത്തിലാണ്. മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഒരു സാധു മനുഷ്യൻ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫക്കീർ. വാതിലടച്ച് കുറ്റിട്ട് പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വലക വെച്ചിട്ട് അതിനും കുറ്റിട്ടു. കുട്ടികളിപ്പോൾ ഇതാ കാണുന്നത്. പരമാവധി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല എന്ന് ജനൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാളീ. അതിൻ്റെയും പുറമെ എന്ത് ചെയ്തു വെച്ചാൽ കവലയിൽ തീരിനോട് തന്നെ ഒരു ബോർഡും വെച്ചു. എന്ത്? യാചന നിരോധിത മേഖല, അതായത് സ്വതക്ക ചോദിക്കാൻ പാടില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് സംഗതി. ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം. ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക, ഓര് പഠിക്കട്ടെ. ഈ കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് ഉണ്ടായാൽ അത് വലിയൊരു സംഭവമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞത് വലിയ സംഗതിയാണ്. അതുകൊണ്ട് റഹ്മത്തിനെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഇത്തിബാഅ്. നമ്മൾ കൊടുക്കണ്ടെന്നാണ് പഠിപ്പിച്ചത്. അതിനൊരുപാട് ന്യായം പറയും. അതുകൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുകയെന്ന്. കുടിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അല്ല, അതും പ്രശ്നമാണല്ലോ. അപ്പം അതുകൊണ്ട് പോയിങ്ങാണ്ട് ചീട്ട് കളിച്ചാൽ അപ്പം എന്താ നമ്മൾ കാട്ടുകയെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അതും പ്രശ്നം തന്നെയല്ലേ. ഇതന്നെ വിഷയം. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞതേ. അമ്മസ്സായില ഫലാ തൻഹർ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് നേരെ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് 10 പേരെ കൊണ്ടേക്കുക, അല്ലെങ്കിൽ കുറച്ച് 5 കൊട്ടൻ കൊണ്ടേക്കുക. പറ്റൂലെങ്കിൽ 1 റുപ്യൻ്റെ കൊട്ടൻ കൊണ്ടേക്കുക. കുട്ടികളോട് പറയാ, പെരയിൽ ആര് വന്നാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കൊണ്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചാൽ ഓല് ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓൽക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. കൊടുക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. പലിശക്ക് കൊടുത്താൽ പരമാവധി 17% കിട്ടുക. ഇനി 20 കിട്ടും നോട്ടിക്കോളി. 100% കിട്ടുമെന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം കിട്ടുള്ളൂ. സ്വതക്ക 1 ലക്ഷത്തിന് 10 ലക്ഷമാണ്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി ബാധിച്ചു. പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാൻ പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു. മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി, അതിനുള്ള പൈസയുള്ളൂ. അത് വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ
ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു. ഒരാൾ ജയിലിൽ നിന്ന് വരികയാണ്. അലിയാരെ വിശന്നിട്ട് വയ്യ, തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴമുണ്ട്. മൂപ്പരിങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം? ഫാത്തിമാക്ക് വിശന്നിട്ടല്ല പൂതിയായിട്ടാണ്, ഇയാൾക്ക് വിശന്നിട്ടാണ് പൂതിയായിട്ടല്ല. ഏതിനാ ഒന്നാം സ്ഥാനം കൊടുക്കണം? വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾക്ക് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ ഇല്ല. മുഖത്തിങ്ങനെ എന്തോ ഒരു വിഷമം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ കുടിക്കാരത്തി ചോദിച്ചു, അലിയാരെ എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു? ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പര്. ചോറ് കഴിക്കുമ്പോഴാണ് ഫാത്തിമ ബി പറഞ്ഞത് ഒരു ഉറുമാമ്പഴത്തിന് പൂതിയാകുന്നുണ്ട്. പെണ്ണുങ്ങൾ അങ്ങനെ ഇക്കാരം എന്തുണ്ടെങ്കിലും ചോറ് കഴിക്കുമ്പോൾ പറയും. കുട്ടികളെ കെട്ടിക്കാണ്ടാവും, നമുക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, നമ്മളത് ആലോചിച്ച് നടക്കുന്നതാണ്. എന്നാലും ആ ചോറ്റക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോൾ പറയും എന്ത്, നമ്മൾ ആയിഷാനെ നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും. അത് തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും ഫാത്തിമ ബിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചോറ് കഴിച്ചുമ്പോഴാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയതായിരുന്നു. അങ്ങനെ വരികയാണ് ഒന്നുമില്ലാതെ. അപ്പം എന്താ മുഖത്തൊരു വിഷമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ മുന്നിൽ പോയി, ഇവിടെ 2-3 സീറ്റുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നിനക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി. മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതുമണവാളരെ എനിക്ക് റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ, കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ ഇതൊരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കവർ തുറന്ന് നോക്കുമ്പോൾ 9 ഉറുമാമ്പഴമുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു, അമ്രേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ്, ഇതൊരിക്കലും എനിക്കുള്ളതാവില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഹസനതു ബി അശ്രി അംസാലിഹാ എന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, ഇത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയില്ല പറഞ്ഞപ്പോൾ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതിനെ 10 എൻ്റെ എടുത്തോളിയായിരുന്നു. നമുക്ക് എന്താ പറ്റിച്ചാൽ വിശ്വാസമായില്ല. 1-ന് 10 കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളാരെയും ആ ബിസിനസ് പഠിപ്പിച്ചില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി, ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുത്തതുകൊണ്ടായിരിക്കും മുതലാളിയായിട്ടുണ്ടാവുക. 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യ് ധർമ്മിഷ്ഠനായിരിക്കും. മുഅ്മിനീങ്ങളിൽ സമ്പത്തുണ്ടോ അവൻ്റെ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുഅ്മിനീങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ? മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ, ചിന്താവൈകല്യമുണ്ടോ, അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ, യത്തീമിൻ്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു. മുതലും വേണം എല്ലാ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തുടരണം. അത് കുട്ടികളെ പഠിപ്പിക്കണം. അതന്നെയാണ് കുടുംബത്തിലെ ദീന് പറഞ്ഞാൽ. അതാണ് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞത്. ഒരു കുട്ടി 3 മാസത്തിൽ കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും, രണ്ടാമത്തെ 3 മാസം കരയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്നും, മൂന്നാമത്തെ 3 മാസത്തിൽ കരയുന്നത് വാപ്പാനെയും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും
ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസാണ്. തഴവ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തഴവൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ആദ്യത്തെ 3 മാസം അള്ളാനെ ആലോചിച്ചാണ് കരയാന്ന്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം താരാട്ടുപാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തേലും ഒരു ഡണ്ടം ഡിഗാ ഡിഗ എന്ന് പാടി ഉറക്കാനൊന്നും പറ്റൂല. ആദ്യത്തെ 3 മാസം അള്ളാഹിനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 മാസം അള്ളാഹിനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്തെ 3 മാസം അള്ളാഹിനെ പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയും, മൂമിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ആ കുട്ടീനെ. എന്നിട്ട് ആ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരച്ചു തീർത്തു. നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി. നിർത്തി. അതാണ്. അപ്പോൾ കുട്ടി 3 മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ 3 മാസം മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ 3 മാസം ദിക്റിൻ്റെ മക്കാമിലാണ്. രണ്ടാമത്തെ 3 മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് പിന്നത്തെ 3 മാസം പാടേണ്ടത്. നബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടന്നെ. അതമ്മ ഖബലൽ വഹി അർബഈന وعمره قد جاوز الستين. നബിനെ പരിചയപ്പെടുത്തുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. രണ്ടാമത്തെ 3 മാസം ഏത് ഭാഷയിലും പാടാം. അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു. 9 മാസമാണ് താരാട്ടിൻ്റെ കാലഘട്ടം. 9 മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനെയും ഉമ്മാനെയും പരിചയപ്പെടുത്താം. ഉമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്കക്കല്ലല്ലേ, ചക്കരക്കുടല്ലേ, തേൻകൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനാക്കിയാൽ ചോർന്ന് പോകാറുണ്ട് കാര്യമില്ല, ലോജിക്കിനൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ അങ്ങനെ. അത് അവസാനത്തെ 3 മാസം. 9 മാസമാണ് താരാട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ വെച്ചാൽ അതിലൊക്കെ ഇപ്പോൾ അതിനത്രയും ശ്രദ്ധിക്കാണ്ടോന്ന്. ആ ഉണ്ടേ, അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സംഗതി ക്ലിയർ ആകുക എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിൻ്റെ ബുദ്ധി മതി, മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യമില്ല. 7 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല. 4 കാലുത്തിയാണ് ചാടും, 3 ഒന്നും അറിയാത്ത മാതിരിയാണ് പോകും. മനുഷ്യൻ ചാടിയാൽ കാല് 4 കഷ്ണം, കൈ 8 കഷ്ണം, ചിലപ്പം ജീവനും ഉണ്ടാവില്ല. ഓനങ്ങനെ ചാടാൻ പാടില്ല. അതന്നെ കാരണം. തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ. രാജാവിൻ്റെ ബെഡ്മ കയറി ഇരുമ്പ് കടന്നുറങ്ങിയാൽ വെടിവെക്കാൻ ഓർഡർ ഇടൂല. രാജാവിൻ്റെ ബെഡ് കയറിയിട്ട് എന്ത് ചെയ്തു? ഉറുമ്പ് സുഖമായിട്ട് കടന്നുറങ്ങി. ആരുടെ അവിടെ വെക്കട വെടി ഇല്ല, അങ്ങനെ പരിപാടിയില്ല. നേരെ മറിച്ച് പടിപ്പരയിൽ വന്ന് നിന്നാൽ മതി മനുഷ്യൻ, വെക്കും വെടി. അങ്ങനെ പോയിക്കാൻ പറ്റൂല. അതന്നെ കാരണം.
എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളത് മനുഷ്യനല്ല, മറ്റു ജീവികളാണ്. അതുകൊണ്ട് മനുഷ്യന് അള്ളാഹു തആല വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുള്ളത് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും പറ്റി ആലോചിക്കാനും ആലോചിപ്പിക്കാനുമാണ്, ചിന്തിപ്പിക്കാനുമാകുന്നു. കുട്ടികൾക്ക് മുഹമ്മദിയ ഖൽബുണ്ടാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ അതുണ്ടാവണം ഒരു നേരവും, ഏത് കാര്യവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹാഫിദു ദഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പളുങ്കിൻ്റെ പാത്രമുണ്ടായിരുന്നു, അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത്. പളുങ്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ കുപ്പി ഗ്ലാസ്. നബി തങ്ങൾക്കൊരു കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് വേണം, കുട്ടികൾക്കൊക്കെ കുപ്പി ഗ്ലാസ് തന്നെ കൊടുത്ത് പഠിപ്പിക്കണം. അത് പൊട്ടൂലേന്ന്, പൊട്ടുമല്ലോ, പൊട്ടിയ വേറെ വാങ്ങണം, അതിനല്ലേ കായ്. അള്ളാഹു തആല നമുക്ക് കായ് തന്ന എന്തിനാ? അതിനൊക്കെ തന്നെയാണ്, പൊട്ടുമ്പോൾ വാങ്ങാൻ. കുട്ടികളാകുമ്പോൾ ഗ്ലാസ് പൊട്ടും, അതിന് ബദറുയുദ്ധം ഉണ്ടാക്കരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അടുത്ത വരെയെന്ന അമ്മായിൻ്റെ കുട്ടി ഒന്ന് വിരുന്ന്, അപ്പോൾ നല്ല ഗോതമ്പം പായസം ഉണ്ടാക്കി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് ഒരു ഗ്ലാസ് അമ്മായിയുടെ മോന് കൊടുത്തു. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ ഗ്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി. അപ്പം നമ്മൾ പറയും സാരമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, കുട്ടികളാവുമ്പോൾ ഗ്ലാസ് വിൽക്കാതിരിക്കുമോ, വീണാൽ പൊട്ടാതിരിക്കുമോ, ഇവിടെ വേറെയും ഗ്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്, 30 ഉറുപ്പ്യല്ലേ ഉള്ളൂ ഒരു ഗ്ലാസ്സിന് വില എന്നൊക്കെ പറയും. പിറ്റേന്ന് അതേമാതിരി സേമിയം പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിയാൽ സ്വഭാവം മാറും. ആടാ, അനക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെ എന്താ പണി? ഇവിടെ കൊടുന്നോടത്തോളം ഗ്ലാസ് മുഴുവൻ ഇജ്ജാണ് പൊട്ടിച്ച് തീർത്തത്. അപ്പം എന്താ 30 ഉള്ളത് 60 ആയോ പിറ്റേന്നായപ്പോഴത്തിന് ഗ്ലാസ്സിന്? ഇതാണ് നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആരാൻ്റെ കുട്ടികളോട് പെരുമാറുന്നത് അവനാൻ്റെ കുട്ടികളോടും പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഓടിയിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കളിക്കുന്ന സമയത്ത് ഒരാൾ വന്ന്, നബി നിങ്ങൾ കുട്ടികളായിട്ടൊക്കെ കളിക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഓലേറ്റ് കളിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൽബിൽ അല്ലാഹു തആല റഹ്മത്ത് ഇട്ട് തരാത്തതിന് ഞാൻ എന്ത് കാട്ടാനാ ചങ്ങായിയേ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിൽ ഇത്തിബാ. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിലെ ഇത്തിബാ ആകുന്നു. എന്താ റഹ്മത്ത് പറഞ്ഞാൽ? അനുസരണയുള്ളവർക്കും അനുസരണയില്ലാത്തവർക്കും വാത്സല്യം കാണിക്കുന്നതാണ് റഹ്മത്ത്. നമ്മളെ കാല് കേടന്നിട്ട് ആശുപത്രി കിടന്നപ്പോൾ വരാത്തോന് കാല് കിടന്നിട്ട് ആശുപത്രി കിടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ പോകാൻ തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മളെ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തോൻ്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ പോകാനും എന്തേലും കൊടുക്കാനും തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. പകരത്തിന് പകരം ചെയ്യാൻ ആരെക്കൊണ്ടാ പറ്റാത്തത്? തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് മുഹമ്മദീയ സ്വഭാവം വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂജാഹിൽ നബി തങ്ങളൊരു സൽക്കാരത്തിന് വിളിച്ചു വീട്ടിക്ക്. അങ്ങനെ നബി തങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ, നബിനെ സൽക്കാരത്തിനൊക്കെ വിളിച്ചിങ്ങാണ്ട് പോയിട്ട് പെരൻ്റെ മുമ്പിൽ വലിയൊരു കുയ്യുണ്ടാക്കിയിരുന്നു. അതിനത്രയും കുണ്ടുള്ളതൊന്നുമല്ല, അയിബാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുയ്യുണ്ടാക്കി. എന്നിട്ട് ആ കൊയ്യിൻ്റെ മേലെ അങ്ങനെ അലകും കോലൊക്കെ വെച്ചിങ്ങാണ്ട് മണ്ണിട്ടിക്കുക. ഇതാണ് അബൂജാഹിൽ ചെയ്തിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. നബി തങ്ങളിങ്ങനെ മുറ്റത്തേക്കാണ് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ കൈയൊടിച്ചിങ്ങാണ്ട് അപ്പുറത്ത് കൂടെ ഇങ്ങനെ കൊടുന്നു. അബൂജാഹിൽ ജിബ്രീലിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടും എന്ന് എഴുതിയിട്ട് ചാടുന്നില്ല, സൈഡിൽ കൂടെയാണ് പോരുന്നത്. അതിലിങ്ങനെ മൂപ്പരെങ്ങനെയാണ് ചെന്നുങ്ങാണ്ട് മുഹമ്മദേ ദീ കൂടെ പോരേന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചെന്നുങ്ങാണ്ട് ഓൻ ചാടി കുയ്യിക്ക്. എന്നിട്ട് ആ പെരേന്ന് നബി തങ്ങൾ ചോറ് കഴിച്ചു. നമ്മൾ വയ്ക്കുമോ? എന്ന് നമുക്ക് ആ പെരേന്ന് ചോറ് കഴിക്കാൻ വയ്ക്കുമോ അന്ന് മുഹമ്മദീയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ കുട്ടികളെ നല്ല സ്വഭാവം പഠിപ്പിക്കണില്ല, നമ്മൾ പകരം വീട്ടലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ സംശുദ്ധരായ പ്രകൃതത്തിൻ്റെ ഉടമയാണ്. എല്ലാ കുട്ടികളും സംശുദ്ധ പ്രകൃതമാണ്. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ. ഇന്ന ആളോടെ ചിരിക്കാൻ പറ്റുള്ളൂ, ഇന്ന ആളോട് ചിരിക്കാൻ പറ്റൂല എന്ന വ്യത്യാസമൊന്നും കുട്ടികൾക്കില്ല. ഫിറൗനെ കണ്ടാലും ഓല് ചിരിക്കും, കാരണം ഓൽക്ക് ആ വ്യത്യാസം അറിയില്ല.
പിന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്, മോനെ ഇന്ന ആളെ കണ്ടാൽ ചിരിച്ചരുത് കേട്ടോ, ഇന്ന ആളെ കണ്ടാൽ ചിരിക്കരുത്. വാപ്പ അവിടെ ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനോട് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചാലേ കഴിയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. നേരത്തെ സെറ്റ് ചെയ്യണം. എടാ ഫോണ് വെല്ലടിക്കുന്നുണ്ട്, കുഞ്ഞാമതാണ് വിളിക്കുന്നത് എങ്കിൽ വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫോണ് കിരണി എന്ന് പറയുമ്പോൾ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാ കുഞ്ഞാമത അന്ന വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല, ഒന്ന് നുണറിയാൻ കഴിയൂല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രത്യേകത. ആരോടും ദേഷ്യമില്ല, കളവ് പറയാൻ കഴിയില്ല, സംശുദ്ധമായ പ്രകൃതം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുട്ടിയായിട്ട് വലുതായതാണ്. ഞമ്മക്കൊന്നും നുണറിയാൻ കഴിഞ്ഞിരുന്നില്ല, ഞമ്മക്കാർക്കും കളവ് പറയാൻ കഴിയുമായിരുന്നില്ല. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, നുണ പറയാൻ പഠിച്ചാൽ ഞാൻ മതി. LLB. നുണ അറിയാൻ പഠിക്കരുത്, അത്രയേ ഉള്ളൂ. സത്യം പറയാൻ പഠിക്കാനില്ല. മനുഷ്യൻ്റെ നേച്ചർ, പ്രകൃതിപരമായ ഗുണമാണ് സത്യം പറയുക എന്നത്. കളവ് പറയാനും പഠിക്കാൻ മാത്രമുണ്ട്, നല്ലോണം പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം പഠിക്കണ, റെഗുലറായിട്ട് പഠിക്കും വേണം, ഡിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നുണ അറിയാൻ. അതിൻ്റെ സംഗതി. അപ്പോൾ സത്യം പറയാം. അപ്പോൾ അടിസ്ഥാന ഗുണം ഒക്കെ മുഹമ്മദീയ ഗുണമാണ്, മനുഷ്യൻ്റെ ഗുണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അൽ ഇൻസാൻ എന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദീയ പ്രകൃതത്തിലാണ് എല്ലാവരും ജനിക്കുന്നത്. അത് നിലനിർത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും. ഒരു ഫാമിലി ഇസ്ലാമികമായി മാറണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യം അവിടെ ഉണ്ടാവണം. ഇസ്ലാമിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് പഠിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ മങ്കൂസ് മൗലിദ് ഓതാൻ കഴിയണം. ചെറിയ തെറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരമില്ല, എന്നാലും ഓതാൻ കഴിയണം. അതിനെന്ത് വേണം? ആദ്യം മൂളണം, പിന്നെ പാടാൻ പറ്റുള്ളൂ. മൂളാൻ പറ്റാത്തവന് പാടാൻ പറ്റൂല, മൂളാൻ കഴിയാത്തവന് പാടാൻ കഴിയൂല. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി.